കറിവേപ്പില, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നല്ല ദിവസമാണ്, പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ട്, കാണാൻ പാടില്ല അവിടെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യവട്ടത്തിൽ വേറൊരു ചെറിയ ഐറ്റം. ആൾറെഡി ഇഞ്ചിക്കറിയും നാരങ്ങാക്കറിയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉള്ള ഒരു ഐറ്റം ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്താണെന്നല്ലേ എല്ലാവർക്കും പിടിയിട്ട് കാണും. ഇഞ്ചിക്കറി. എൻ്റെ വലിപ്പം കണ്ട എവിടെ നിന്ന് വന്നറിയില്ല അല്ലേ, ഭയങ്കര വലിപ്പം. ഇഞ്ചിക്കറിയിൽ എൻ്റെ ടേസ്റ്റ് വരുന്നത് ഇഞ്ചിയുടെ ഒരു ചെറിയൊരു എരിവുണ്ട്, മുളക് പൊടിയുടെ എരിവുണ്ട്, പച്ചമുളകിൻ്റെ എരിവുണ്ട്, ശർക്കരയുടെ മധുരം, പുളിയുടെ പുളി, ഇതെല്ലാം കൂടെ ആ ഒരു കോമ്പിനേഷനായിട്ട് വരണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഇത് ഞാൻ നാരങ്ങാക്കറിയും മാങ്ങാക്കറിയും പറഞ്ഞ പോലെ ഒരുപാട് ചാറില്ല, ഒഴിച്ചാൽ അവിടെ നിൽക്കും. നല്ല അനുസരണയുള്ള ഒരു കറിയാണ് ഇഞ്ചിക്കറി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചാറില്ലാത്താണ് അച്ചാറെന്ന്. ഇതിന് അച്ചാറെന്ന് വിളിക്കണം, വിളിച്ചോ കുഴപ്പമില്ല. പക്ഷേ സദ്യകളിൽ പറയുന്ന ഇഞ്ചിക്കറി, നാരങ്ങക്കറി, മാങ്ങാക്കറി അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതിലെ ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. സദ്യവട്ടത്തിൻ്റെ ഇഞ്ചിക്കറിക്ക് വേണ്ടത് പ്രധാനമായിട്ടും എന്താണ്? ഇഞ്ചി. ഇവിടെ ഉള്ളതൊക്കെ ഇവിടെ വരുന്നത് മിക്കതും നല്ല വലിപ്പമുള്ളതാണ്. ഇടയ്ക്ക് ചിലപ്പോൾ ചെറുത് കിട്ടും. വരുന്നത് എല്ലാം നല്ലോണം കുളിപ്പിച്ച് കുട്ടപ്പനായിട്ട് വരുന്നതാണ്. പക്ഷെ എന്നാലും ഞാനൊന്ന് മേല് കഴിച്ചിട്ടുണ്ട്. രാവിലെ കുളിച്ച് കഴിഞ്ഞാണെങ്കിലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മേല് കഴുകുന്നത് കുറച്ച് നല്ലതാണല്ലോ, അതുകൊണ്ട് മേല് കഴിപ്പിച്ചു. പിന്നെ ഞാൻ ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് തൊലി കളയൂല. കാരണം എന്താണ്? ഒരു കാരണം അതിനകത്ത് പോഷകാംശം കൂടുതലുണ്ട്. തൊലിക്കാണ് എപ്പോഴും പോഷകാംശം കൂടുതലുള്ളത്. പിന്നെ ഉള്ളത് മടി. തൊലി ചിന്തി കളയണമല്ല. ഇത് ഞാൻ കാണിച്ചുതരാം. ഇതിന് പണിയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ബാക്കിയുള്ള പണിയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് പണിയാകണ്ടെന്ന് കരുതിയിട്ട് പണി കുറച്ചതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എടുക്കുന്നത് ഇഞ്ചിക്കൊരു കുത്തലുണ്ട്, എരിവുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളക് 500 ഗ്രാം ഇഞ്ചിയുണ്ട്, 30 ഗ്രാം പച്ചമുളക്, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട, എരിവ് കൂടുതൽ വേണ്ടെങ്കിൽ ഇതൊരു ഫ്ലേവറും കിട്ടും, കുറച്ച് എരിവും കിട്ടും. പിന്നെ പുളി ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത് പുളിയുടെ എക്സ്ട്രാക്റ്റ് ആണ്. അത് നിങ്ങൾ ഫ്രഷ് പുളിയാണ് ഉപയോഗിക്കണമെങ്കിൽ അതിനനുസരിച്ച് പുളി അഡ്ജസ്റ്റ് ചെയ്യണം. ബ്രൗൺ ഷുഗർ അഥവാ ശർക്കര ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. ഒരു 1.25 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് 1/4 ടീസ്പൂണിനേക്കാളും കുറവായിട്ട് ഉലുവാപ്പൊടി. ഇത്രയും ആണ് നമ്മുടെ ഇഞ്ചിക്കറിക്ക് വേണ്ടത്. പിന്നെ വെള്ളവും വേണം കേട്ടോ. വെള്ളം ഇല്ലാണ്ട് എന്ത് ഉണ്ടാക്കാനാ, കുക്കാവില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ അളവ്, അതായത് ശർക്കരയുടെയും പുളിയുടെയും അളവ് ഇഞ്ചിയെ അപേക്ഷിച്ചിരിക്കും. ഇഞ്ചിക്ക് കുത്തൽ കൂടുതലാണെങ്കിൽ ഇത് രണ്ടും കൂടുതൽ വേണ്ടി വരും. കുത്തൽ കുറവാണെങ്കിൽ അത് കുറവ് മതി. അപ്പോൾ നമ്മൾ എങ്ങനെയാ അതറിയണേ? നമുക്ക് ഇഞ്ചി കടിച്ച് നോക്കാം. എന്നിട്ട് ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ കുറച്ച് നേരം ഇരിക്കാം, എൻ്റെ കുത്തലുണ്ടോ എന്ന്. അതല്ലെങ്കിൽ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഇത് രണ്ടും കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ബാലൻസ് ആവുന്നുണ്ടോ നോക്കിയിട്ട് ചെയ്യാം. അതാണ് നല്ലത് കേട്ടോ. ഇഞ്ചി പോയിട്ട് കടിക്കേണ്ട. വയറുവേദന ഉണ്ടെങ്കിൽ കടിച്ചോളൂ, കുഴപ്പമില്ല. ഇതിനകത്ത് ഇനി പ്രപ്പ് ചെയ്യാനുള്ളത്, ഇഞ്ചി നല്ലോണം കട്ടി കുറച്ച് സ്ലൈസ് ചെയ്യണം. ഞാനിത് ഇഞ്ചി എണ്ണയിലിട്ട് വറുത്ത് പൊടിച്ചാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. ഇത് വട്ടത്തിലരിയണം. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് കടുക് വറക്കാനായിട്ട് കടുക്, കറിവേപ്പില, ഉണക്കമുളക്, വെളിച്ചെണ്ണ, ഇത്രയും കൂടെ വേണം. നമ്മുടെ മലയാളികൾക്ക് മിക്കവാറും കടുക് വറക്കാൻ എന്തൊക്കെ വേണം എന്നറിയാം. അതുകൊണ്ട് ഞാനിവിടെ കാണിക്കുന്നില്ല. അത് കടുക് വറക്കുമ്പോഴത്തേക്കും കാണാം. അപ്പോൾ നമുക്ക് അതായത് എനിക്ക് ഞാൻ ഇതെങ്ങനെ സ്ലൈസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇത് സ്ലൈസ് ചെയ്യണ കാണിക്കേണ്ട, പലവട്ടം ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ഓരോ വീഡിയോയിൽ, അതുകൊണ്ട് അത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത് സ്ലൈസ് ചെയ്തിട്ട് കാണിച്ചു തരാം. സ്ലൈസ് ആയില്ലേ? എനിക്കിപ്പോഴും കണ്ടിട്ടത് സ്ലൈസ് ആകുമല്ലോ അങ്ങനെ. എന്നാൽ ഇങ്ങനെ ആയിരിക്കും. എന്നിട്ടും സ്ലൈസ് ആയില്ല. ഇത് ഞാൻ തന്നെ ചെയ്യണമെന്ന് തോന്നണം കേട്ടോ. ഇത് നിങ്ങൾക്ക് വേറെ എന്താണ് മാൻഡലിൻ സ്ലൈസർ പോലത്തെ ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ കട്ടി കുറച്ച് ചെയ്യണം. സ്ലൈസ് ചെയ്യുമ്പോൾ എല്ലാം ഏകദേശം ഒരേ കട്ടിയിൽ ചെയ്യാൻ ഓർക്കണം. ഇല്ലെങ്കിൽ ചിലത് വങ്ങിപ്പോവും, ചിലത് ശരിക്ക് വറക്കൂല. നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഇത് നല്ലോണം ക്രിസ്പി ആയിട്ടിരിക്കണം, എന്നാലേ നമുക്ക് പൊടിക്കാൻ ഒക്കുള്ളൂ. പിന്നെ വറക്കുമ്പോഴത്തേക്കും ഞാൻ പറയാൻ മറന്നുപോയാൽ, ഇത് എടുത്തു കഴിഞ്ഞാലും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കാണ് ശരിക്കും ക്രിസ്പി ആകുന്നത്. അപ്പം എണ്ണയിൽ കിടന്നുകൊണ്ട് തന്നെ നമ്മൾ നല്ല ക്രിസ്പി ആകാനായിട്ട് ഇട്ടുകൊണ്ടിരുന്നാൽ അത് വാങ്ങിപ്പോകും. അപ്പം അതിനു മുമ്പേ ഞാൻ ഉള്ളി വഴറ്റുമ്പോൾ പറയുന്നത് പോലെ തന്നെ ഏകദേശം ഒരു 95% 97% ആകുമ്പോൾ ഇതെടുത്ത് മാറ്റണം. എന്നാലേ കറക്റ്റ് ക്രിസ്പിനെസ് കിട്ടുള്ളൂ, നമുക്ക് പൊടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ലൈസ്. ഇപ്പോൾ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ പണി ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ നിങ്ങളെ ഇത്
മുഴുവനും അരിയുന്നത് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാം. ഇഞ്ചി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ സ്റ്റാർ വാഴ്സിൽ ജേഡായി കാണിക്കുന്ന പോലെ ഇങ്ങനെ കാണിച്ചു നോക്കി, നടന്നില്ല. പിന്നെ മജീഷ്യൻസ് കാണിക്കുന്ന പോലെ ഇങ്ങനെ കാണിച്ചു നോക്കി, നടന്നില്ല. എന്താണെന്നറിയില്ല. പല യൂട്യൂബ് വീഡിയോസിൽ ഇങ്ങനെ ഞാൻ കാണുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ട പോലെ അത് അരിഞ്ഞു വരുന്നത്. ഞാൻ ചെയ്തിട്ട് വന്നില്ല. ഇനിയിപ്പം അവരാരാന്ന് കണ്ടുപിടിച്ച് അവരോടൊന്ന് ചോദിക്കണം അതെങ്ങനെയാണ് വരുന്നതെന്ന്. അപ്രന്റീസ്ഷിപ്പ് എടുക്കേണ്ടി വരും. അപ്പം എന്തൊക്കെയാലും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പണിയാണ്. ഏകദേശം ഒരേ കനത്തിൽ ചെയ്യാനായിട്ട്. ഇത് ഇച്ചിരി കട്ടി കൂടുതലാണ്, ഒന്നുകൂടെ ഒന്ന് എനിക്ക് സ്ലൈസ് ചെയ്യേണ്ടി വരും. പിന്നെ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് എണ്ണയിലിട്ട് വറക്കണം. വറുത്ത് കഴിഞ്ഞ് പൊടിക്കണം. പൊടിച്ച് കഴിഞ്ഞ് മിക്സ് ചെയ്യണം. ഇതാണ് ഇഞ്ചിക്കറി. അപ്പോൾ നമ്മുടെ വറ വരെ വെയിറ്റ് ചെയ്യൂ. നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ചു, ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ചൂട് വേണ്ട. ഹൈ ഹീറ്റിലിട്ടാൽ പുറം പെട്ടെന്ന് കരിഞ്ഞു പോവും. നമ്മൾ കറക്റ്റ് ക്രിസ്പിനെസ് കിട്ടൂല. അപ്പോൾ നമ്മളൊന്ന് ഇട്ടിട്ട് തീ കുറച്ച് വെച്ച് ഒരു മീഡിയം, നമ്മൾ കായ വറുക്കണ പോലെ, ശർക്കര വറുക്കുന്ന പോലെ വറുത്തെടുക്കണം. ഇതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇട്ടില്ലെങ്കിൽ ചിലപ്പം എല്ലാം വിട്ട് പിടിക്കില്ല, പശപ്പില്ല. അപ്പം അങ്ങനെ കിടക്കട്ടെ. ഞാനല്ല കിടക്കുന്നത്, ഇഞ്ചി സ്ലൈസസ് കിടക്കട്ടെ. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഞാൻ പറഞ്ഞ പോലെ ക്രിസ്പിനെസ് വരുന്നവരെ ഇട്ടുകൊണ്ടിരിക്കണം. ആദ്യമേ ഒരു സ്ലൈസ് ഇട്ടപ്പോഴത്തേക്കും നല്ല ഉശിരോടെ ഞാൻ ചൂടാണ് എന്നും പറഞ്ഞിട്ട് വന്നു എണ്ണ, അല്ലേ? എല്ലാവരും ഇട്ടപ്പോഴത്തേക്കും എണ്ണയ്ക്ക് പേടി അടങ്ങി. ഇതാണ് പറയണത്, there is strength in numbers. ഒരുമാതിരി മൂത്ത് വരുന്നുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എണ്ണയുടെ ചൂടനുസരിച്ച് അത് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ കണ്ടോ, കട്ടി കൂടിയത് ശരിക്ക് ആയിട്ടില്ല, കട്ടി കുറഞ്ഞത് ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. അതാണ് ഞാൻ അരിയുമ്പോഴത്തേക്കും പറഞ്ഞത്, കൺസിസ്റ്റൻസി ചെയ്യാമെങ്കിൽ നല്ലതാണ് എന്ന്. ഞാൻ പറഞ്ഞ പോലെ മാൻഡലിനോ സ്ലൈസറോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കട്ടിയെല്ലാം ഏകദേശം ഒരേപോലെ ചെയ്യായിരുന്നു. ഇത് കത്തിയും കൈയും ആയതുകൊണ്ട് കട്ടിയും തിക്നെസ്സും വ്യത്യാസം. കാറ്റ് വരുന്നു. കാറ്റ് വന്നു കള്ളനെ പോലെ. എന്തിനാ എൻ്റെ ഇഞ്ചിക്കറി കേടാക്കാനായിട്ട്? അല്ലാതെ എന്താ, അവർക്ക് വരെ പണിയില്ലല്ലോ. മലയാളി ആയിരിക്കണം കാറ്റ്. ഇഞ്ചി ആദ്യമേ വീണപ്പോഴത്തേക്ക് നല്ല ചീറ്റലും മൂക്കലും ഒക്കെ ഇല്ലായിരുന്നു. ഇപ്പം നോക്കിയേ, അടങ്ങി. അതിൻ്റെ അർത്ഥം അത് വറണ്ടു അല്ലേ? വഴറ്റി വറുത്തു, എന്ത് വേണമെങ്കിലും പറയും. ഇപ്പം നമുക്ക് എടുത്ത് മാറ്റാർ ആയിട്ടുണ്ടു. ഇപ്പോഴും പറയുന്ന പോലെ പെപ്പർ ടവൽ അതിൻ്റെ പാത്രത്തിലോട്ട് മാറ്റണം. അപ്പോൾ ഈ പരുവത്തിൽ നമ്മൾ കോരിയിടും. ഞാൻ തീ ഓഫ് ചെയ്യുന്നു. എണ്ണ അധികം കുടിക്കില്ല, എന്നാലും കുടിച്ച എണ്ണ പുറത്ത് ചാടിക്കാനായിട്ടാണ് നമ്മൾ ഈ പേപ്പർ ടവലിലോട്ട് ഇടുന്നത്. നമ്മുടെ വിഷം തുപ്പിക്കുന്നത് പോലെ. 500 ഗ്രാം ഇഞ്ചി എടുത്തതാണ്. ഇപ്പം എന്തോരം ഉണ്ട്? 100 ഗ്രാം പോലും ഇല്ലെന്ന് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം, എന്തോരം വരുമെന്ന് നോക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ വറുത്ത ഇഞ്ചി. ഇതൊന്ന് ആറിയിട്ട് വേണം പൊടിക്കാനായിട്ട്. അപ്പോൾ പൊടിക്കുന്നത് കാണിച്ചുതരാം. അല്ല, പൊടിക്കുന്നത് കാണിക്കില്ല. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുമ്പം പൊടിയായിട്ട് വരും. ഇതിനകത്തല്ല, മിക്സിയുടെ ബൗളിൽ. ഇഞ്ചി വറുത്തെടുത്തു. കാണാൻ അത്രയും തന്നെയുണ്ടല്ലേ? പക്ഷെ വെയിറ്റ് നോക്കിയപ്പോൾ എത്രയാണെന്ന് അറിയാമോ? 75 ഗ്രാം. 500 ഗ്രാം ഇഞ്ചി വറുത്തെടുത്തപ്പോഴത്തേക്കും 75 ഗ്രാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കണം. ഇത്രയുണ്ട് ഇഞ്ചി വറുത്തത്. ഒരു പാത്രം ഉണ്ടല്ലേ? പൊടിച്ചെടുത്ത് വരുമ്പോഴത്തേക്ക് നോക്കിക്കോളൂ എത്രയുണ്ടെന്ന്. ഇത്രയാണ് പൊടിച്ചെടുത്തപ്പോഴത്തേക്കും ഉള്ളത്. കംപ്ലീറ്റ് പൊടിയല്ല, കുറച്ച് വെള്ളമയമുണ്ട്. വെള്ളമയല്ല കേട്ടോ, എണ്ണയാണ്. വറുത്തെടുത്ത എണ്ണയും ഇഞ്ചിയുടെ എണ്ണയും കൂടെ ആയപ്പോഴത്തേക്കും ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. നമുക്കങ്ങനെയാണ് വേണ്ടത്. ഇത് നമുക്ക് ഇനി കടുക് വറുത്ത് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് മിക്സ് ചെയ്ത് ഇഞ്ചിക്കറി ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഒരു പെർസ്പെക്റ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് എല്ലാം കൂടെ ഒന്ന് വെച്ചിരിക്കുന്നത്. ഈ പാത്രത്തിലാണ് നമ്മൾ ആദ്യമേ ഇഞ്ചി എടുത്തത്, അരിഞ്ഞിട്ട് വെച്ചത്, വറുത്തിട്ട് വെച്ചത്. ഇപ്പോൾ പൊടിച്ചിട്ടും അതിനകത്ത് തന്നെ വെച്ച് കാണിക്കണം എന്തോരം ഉണ്ടെന്ന്. ഇനി നമുക്ക് കടുക് വറുത്ത് ഇഞ്ചിക്കറി ഉണ്ടാക്കാം. സ്റ്റേ ട്യൂൺഡ്. ഒരു ചിന്ന ബ്രേക്ക്, ഒരു ചെറിയ ബ്രേക്ക്, ഒരു കോഫി ബ്രേക്ക്, ഒരു ടീ ബ്രേക്ക്. നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പോവാണ്. ചീനച്ചട്ടി അല്ലെങ്കിൽ ഒരു കുഴിയുള്ള ചട്ടിയിൽ എണ്ണ ചൂടാക്കണം. ഈ എണ്ണ ഇഞ്ചി വറുത്ത എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ കടുകിടുക. കടുക് പൊട്ടി തുടങ്ങിയാൽ തീ കുറച്ച് വെച്ചാൽ, ഇല്ലെങ്കിൽ എല്ലാം കൂടെ വാങ്ങിപ്പോവും.
കടുക് പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് ഞാൻ 2 എടുത്തിട്ടുള്ളൂ എന്നുവെച്ചാൽ അധികം എരിവ് വേണ്ട. കടുക് 1 ടീസ്പൂണുണ്ട്. കറിവേപ്പില. ഇതിലേക്ക് നമ്മളൊരു ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്താ ചീത്ത പറയും. ഇതിലേക്ക് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. പുളി ഞാനൊരു 1/4 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചതാണ്. കുറച്ചുകൂടി ഒന്ന് വെച്ച് ഉള്ള പുളി മുഴുവൻ ഇട്ടേക്കാം. മുളക് പൊടി, ഉലുവാപ്പൊടി, ഉപ്പ് ഇത്രയിട്ട് ഒന്ന് ഇളക്കണം. ഇതിലേക്ക് ഇനിയിപ്പോൾ തീ കൂട്ടി വയ്ക്കാവേ, തിളച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ശർക്കര 100 ഗ്രാം ശർക്കര ഇട്ടു. ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ടേസ്റ്റ് നോക്കണം, പുളിയും മധുരവും ഓക്കെ ആണോ എന്നുള്ളത്. നല്ല മണമുണ്ട് കേട്ടോ. അപ്പം നോക്കട്ടെ, പുളിയും മധുരവും കറക്റ്റാണ്. ഉപ്പ് നമുക്ക് ലേശം കൂടി ഇട്ട് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ. പച്ചമുളക്, അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഒന്ന് തിളപ്പിക്കണം. തള വരട്ടെ. തള റിമെമ്പർ ദ തള. പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടുന്നു, മിക്സ് ചെയ്യുന്നു. നല്ല മണം. ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ തീ കുറച്ച് വയ്ക്കാം, എല്ലാം വെന്തതാണ്. ഇതിപ്പോൾ നല്ല ചാറുണ്ടല്ലേ, ഇരിക്കുമ്പം അത് കെട്ടിയാവും. ഇനി ഒന്ന് എല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം. ഇഞ്ചി ഇട്ട് കഴിഞ്ഞിട്ട് സൂപ്പർ സാധനമാണ് കേട്ടോ. ഇത് ഒരു ലേശം ആ ഇലയുടെ തുമ്പത്ത് വരും. നമ്മുടെ ത്രിമൂർത്തികളിൽ 3-ാമനാണിത്. ആരാണ് ത്രിമൂർത്തികൾ? നാരങ്ങാക്കറി, മാങ്ങാക്കറി, ഇഞ്ചിക്കറി. പറയുമ്പോൾ ഇഞ്ചിക്കറി, മാങ്ങാക്കറി, നാരങ്ങാക്കറി എന്നാണ് പറയുന്നതെങ്കിലും ഇവൻ 3-ാമതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് ഇവനങ്ങോട്ട് ഇഷ്ടമല്ല, ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. അതുകൊണ്ട് അവൻ അവിടെ ഇരിക്കും, ആരും പോകാത്ത അമ്പലത്തിലെ പ്രതിഷ്ഠ പോലെ. പക്ഷെ ഇഞ്ചിക്കറി അവിടെ ഇരിക്കും. നാരങ്ങാക്കറിയും മാങ്ങാക്കറിയും മിക്കവരും കഴിക്കും. നാരങ്ങാക്കറിയുടെ രഹസ്യം ഞാൻ പറഞ്ഞു. പായസം കഴിച്ച് മടുത്തുവരാണെങ്കിൽ അതൊന്ന് തൊട്ട് നക്കിയാൽ വീണ്ടും കഴിക്കാമെന്ന്. ഇഞ്ചിക്കറിക്കും മാങ്ങാക്കറിക്കും ആ സ്ട്രെങ്ത് അങ്ങനെ കൊടുത്തില്ല ആര് ഉണ്ടാക്കിയാലും. അപ്പം ആദ്യമേ നാരങ്ങാക്കറി തീരും. നമ്മുടെ ഇഞ്ചിക്കറി റെഡി. കണ്ടോ, ഇപ്പം തന്നെ കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇഞ്ചിക്കറി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. എല്ലാവർക്കും അങ്ങോട്ട് ഷെയർ ചെയ്തേക്കാം. ലോകത്തുള്ള എല്ലാവരുടെയും വാട്സാപ്പ് നമ്പർ എടുത്തേച്ച് അങ്ങോട്ട് ഷെയർ ചെയ്യുക. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് വരും. ഫേസ്ബുക്കിലെ ഫ്രണ്ട്സ് പോലെ അല്ല കേട്ടോ, ഇത് നമ്മുടെ റിയൽ ഫ്രണ്ട്സ് ആയിരിക്കും. എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടാക്കാൻ കാണിച്ചു കൊടുത്തത് അതിന് നന്ദിയായിട്ട് ഫ്രണ്ട്സ് ആയിട്ടിരിക്കും. പിന്നെ നിങ്ങൾ ഇത് കാണുന്നതേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ. ഇല്ലെങ്കിൽ പോയിട്ട് ആരോടും പറയണ്ട, ഓടി ചെന്നിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരും. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യണ്ടേ? ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും അറിയിക്കണമല്ലോ. അപ്പോൾ ഒരു തംസപ്പും കൊടുത്തേരും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ഹാപ്പി കുക്കിംഗ്. നമ്മുടെ ഇഞ്ചിക്കറി